ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചെന്നാതി മൊഡിസ്റ്റേ. ഇതൊരു ഹെവി ആയിട്ടുള്ളൊരു ബ്രൈഡൽ ബ്ലൗസ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. നൂലിനെ 18 സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നൂലെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കെട്ട് പിടിക്കാതെ നമുക്കത് കിട്ടും. ഓൾറെഡി ആരി വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ത്രെഡ് വർക്ക്സ് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ആ ഒരു റൗണ്ട് വരച്ചതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഫസ്റ്റ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. അപ്പോൾ സീക്വൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ടിനെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം സെൻറ്ററിലൊന്ന് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ 8 ഫ്രഞ്ച് നോട്ടും കൂടി ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവറിനെ കംപ്ലീറ്റ് ആക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എങ്കിലും ഞാൻ ഒന്നും കൂടി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. നമ്മൾ അടിയിൽ നിന്ന് ആദ്യം കുത്തിയെടുത്തതിന് ശേഷം കണ്ടില്ല, അടിയിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു സീക്വൻസ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ നൂലിനൊന്ന് ചുറ്റിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ താഴേക്ക് കുത്തിയിറക്കിയിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടുപ്പിച്ച് വൃത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ളൊരു ഫ്ലവർ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ ത്രെഡ് വർക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നെക്കിലും അത്യാവശ്യം ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരു പാറ്റേണാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നോർമൽ ബ്ലൗസിൻ്റെ രീതിയിലാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കസ്റ്റമറുടെ പ്രിഫറൻസ് അങ്ങനെയായിരുന്നു. ഫ്രണ്ട് ഓപ്പൺ ആണ് കസ്റ്റമർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും മറക്കാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണേ. അതുപോലെ നിങ്ങളുടെ എല്ലാ സജഷൻസും കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.